പത്തനംതിട്ടയിൽ റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കും. കരാറുകാരൻ ഉൾപ്പെടെ പ്രതിയാകും. പ്രതികളുടെ അറസ്റ്റ് ഉടനുണ്ടാകും. മരം വെട്ടുന്ന പങ്കുണ്ടാവണമെന്നില്ല. കാരണം മരം ഉണ്ടെന്നാണ് ആ സമയത്ത് മരം വെട്ടുകയായിരിക്കുക. പക്ഷെ ഈ കയർ കെട്ടുന്ന ആൾക്ക് അയാൾ പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. ആ കോൺട്രാക്ടർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ മിനിമം അവിടെ ഒരു മരം മുറിവ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ കയർ കെട്ടിയിട്ട് അതിനകത്ത് ചുമം അല്ലെങ്കിൽ റിബൺ കെട്ടുകയും മാത്രമല്ല കുറച്ച് കോഡ് നിരത്തി വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കിട്ടും. മാത്രമല്ല അവിടെ ഒരു മിനിമം ഒരു റെഡ് ഫ്ലാഗുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതും ഒരു മുന്നറിയിപ്പാണ്. ഇതൊന്നും ഇവർ ചെയ്തില്ല. കോൺ വെച്ചിട്ടില്ല, റെഡ് ഫ്ലാഗ് നിന്നിട്ടില്ല. ആ കയറിനകത്ത് പോലും ഒരു ചുവന്ന ഒരു ക്ലോത്ത് പോലും കിട്ടിയിട്ടില്ല. ഇത് ശരിക്കും അവരുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ് ആവശ്യം. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഇവിടെ പോലീസ് ഓഫീസർ പറഞ്ഞതനുസരിച്ച് മരം വെട്ടാൻ വേണ്ടി റോഡിന് കുറുകെ കയർ കെട്ടുന്നു. ഇതൊന്നും അറിയാതെ ബൈക്കിൽ പാഞ്ഞു വരികയാണ്. പാഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും ആരായാലും, ഇനിയിപ്പോൾ നമ്മളായാൽ പോലും, ഒരു റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ അതിന് കുറുകെ റോഡിന് കുറുകെ കയറുണ്ടോ എന്നൊന്നും കരുതാനാവില്ല. പക്ഷേ ആ കയറിൽ ഒരു ചുമന്ന തുണി ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരാളെ അവിടെ നിർത്തി മരം മുറിക്കുന്നുണ്ട്, വണ്ടി നിർത്തണമെന്നൊക്കെ പറയണം. ഇതൊന്നുമില്ലാതെ, ഒരു ബോധവുമില്ലാതെ ഇത്തരത്തിൽ കയർ വലിച്ചു കെട്ടി ആ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ മരിക്കുന്ന സംഭവം. ഇപ്പോൾ അതിൻ്റെ കേസ് കൂടുതൽ ചാർജ് ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് 6 പേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് കരാറുകാരൻ ഉൾപ്പെടെ 2 പേർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള മരം വെട്ടുന്നതിന് വേണ്ടി റോഡിന് കുറുകെ കയർ വലിച്ചു കെട്ടിയത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അപായ സൂചന നൽകുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്ന് യാത്രക്കാരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടെ നിർത്തുകയോ ഒന്നും ചെയ്യാതെ റോഡിന് കുറുകെ മരം വെട്ടുന്നതിന് വേണ്ടി റോഡിന് കുറുകെ കയർ വലിച്ചു കെട്ടി അപകടകരമാകും വിധം മരം വെട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. അതുകൊണ്ടാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ഈ കരാറുകാരൻ ഉൾപ്പെടെയുള്ള 2 പേർക്കെതിരെ പോലീസ് കേസെടുക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു പത്തനംതിട്ട തിരുവല്ല മുത്തൂര് ഗവൺമെന്റ് സ്കൂൾ വളപ്പിലുള്ള മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി റോഡിന് കുറുകെ കയർ വലിച്ചു കെട്ടിയത്. ഈ കയർ ഉണ്ടെന്ന് അറിയാതെ ആ വഴി സഞ്ചരിക്കുകയായിരുന്ന, കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്ന ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള സയ്യിദാണ് അപകടത്തിൽപ്പെട്ടത്. സയ്യിദ് ഈ കയറിൽ കുടുങ്ങി ബൈക്കിൽ നിന്ന് മറിഞ്ഞ് താഴെ വീണും ഉടൻ തന്നെ തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. സയ്യിദിന്റെ കൂടെ ഭാര്യയും മക്കളും 2 മക്കളും ഉണ്ടായിരുന്നു. ഇവർക്ക് നിസ്സാര പരിക്കുകളും ആണ് സംഭവിച്ചത്. വളരെ അത്ഭുതകരമായ വിധമാണ് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെടുകയും ചെയ്തത്. വ്യാപകമായിട്ടുള്ള പരാതികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു. കൃത്യമായ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിരുന്നില്ല, അപായ സിഗ്നലുകളൊന്നും ഈ കാര്യത്തിൽ കരാറുകാരൻ നൽകിയിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്ന നാട്ടുകാർക്കിടയിൽ നിന്നും ഉയർന്നു വന്ന ആക്ഷേപം. ആ കാര്യത്തിലുള്ള വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടിയായിരുന്നു ഇന്നലെ വൈകിട്ട് 6 പേരെ, കരാറുകാരൻ ഉൾപ്പെടെയുള്ള 6 പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും എത്ര ദയനീയമായ സംഭവമാണ് ഉണ്ടായത്. സയ്യിദ് എന്ന് പറയുന്ന ഒരാൾ കുടുംബസമേതം ബൈക്കിൽ യാത്രയാകുമ്പോഴാണ് ഇത്തരത്തിൽ റോഡിന് കുറുകെ വലിച്ചു കെട്ടിയിരിക്കുന്ന കയറിൽ കുരുങ്ങി മരിക്കുന്നത്. എന്തായാലും ആ മരം വെട്ടുമായി ബന്ധപ്പെട്ട് തിരുവല്ല മുത്തൂരിലെ സ്കൂൾ വളപ്പിലെ മരം വെട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുകാരനടക്കമുള്ളവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുന്നു. നരഹത്യയ്ക്ക്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസ് എടുക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ.